in this case you have a surprise. അപ്പോൾ ഇത് കാണുന്ന ജിം ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട്. ലാസ്റ്റ് വൺ അടിപൊളി മെഷീൻ. പരിചയമുള്ളവരുടെ കൊടുക്കാവൂ, പരിചയമില്ലാത്തവരുടെ കൊടുത്താൽ പൈസ പോകും. നിങ്ങൾക്ക് നമ്മൾ സാധാരണ ചെയ്യാത്തതാണ്. നമുക്ക് കണ്ണു തുറക്കൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഫോറാം ഗ്രോ ആകത്തില്ല. മാസ്റ്റർ ആടാ പറഞ്ഞോ. ഭയങ്കര ക്ഷീണം. അത് നിന്റെ കളി ഇച്ചിരി കൂടിയുണ്ടാ. ഓവർ ട്രെയിനിങ്. ഹലോ എവരിവൺ, സോ അവർ നെക്സ്റ്റ് വ്ലോഗ് ഈസ് ഹിയർ. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മാസ്റ്ററെ കാണാനാണ്. സോ വി കെയിം ഓൾ ദ വേ ഫ്രം മലപ്പുറം ടു കൊല്ലം ടു മീറ്റ് റോ ഫിറ്റ്നസ്, അവർ ഡിയർ മാസ്റ്റർ. സ്റ്റേ സ്ട്രോങ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബാക്ക് വർക്കൗട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളെ മെയിൻ വീക്ക്നെസ് ബാക്കാണ്. അപ്പോൾ പൊളിച്ചേക്കാം. എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പോകണമെന്ന് ജസ്റ്റ് ബ്രീഫ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു ഡിഫറെൻറ്റ് ബാക്ക് സെഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നേരത്തെ ചിലപ്പം ചെയ്ത വർക്കൗട്ട് ആയിരിക്കാം. അപ്പോൾ നമ്മുടേതായ രീതിയിലൊന്ന് സെറ്റ് ചെയ്യാം. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് ബെൻഡ് ഓവർ റോയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് എൻ്റെ ഒരു മെയിൻ. അപ്പർ ബാക്ക് നമുക്ക് ആദ്യം ഒന്ന് ജാക്ക്ഡ് ആക്കിയിട്ട്, ബട്ട് ഇൻ ദിസ് കേസ് യു ഹാവ് എ സർപ്രൈസ്. ഓക്കെ, അധികം ഫസ്റ്റ് സ്ട്രെച്ചിങ് ചെയ്യാം. എൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോമ്പൗണ്ട് ലിഫ്റ്റ് കൂടുതൽ ചെയ്യും. അന്നേരം ഈ ബെൻഡ് ഓവർ റോ ആണ് ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. കാരണം മാക്സിമം എനർജി നമ്മൾ അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അന്നേരം എനിക്ക് നല്ല ബാക്ക് പെയിൻ വരുന്നു. സോ എനിക്കതിനൊരു അടുത്ത ഓൾട്ടർനേറ്റ് ഓപ്ഷൻ വന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്. അത് ഞാൻ കാണിച്ചു തരാം. അധികം പുള്ളപ്പ് ചെയ്ത് എനർജി ലോസ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഡെഡ് ഹാങ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് മേളിലോട്ട് 2 ലിഫ്റ്റ് ചെയ്യുക. നമുക്ക് വർക്കൗട്ടിലേക്ക് പോകാം. ഒന്ന് ഡീകംപ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. യെസ്, ഒരു ഹോള് ബാക്ക് ഫീൽ ചെയ്യല്ലേ. ഡൺ. അപ്പോൾ നേരെ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. സ്ട്രെച്ചിങ് കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് വാമാക്കി നേരെ വർക്കൗട്ട് പോവാണ്. ഫസ്റ്റ് തന്നെ ബെൻഡ് ഓവർ ആണ് പറഞ്ഞത്. നമ്മൾ സാധാരണ ചെയ്യാത്തതാണ്. ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു വെയിറ്റ് ചെയ്യാൻ നല്ല ചെയ്തിക്കാണ്ട് സ്കിപ്പ് ചെയ്ത് പോകണമാണ്. അപ്പോൾ ഇതിന് വേരിയേഷൻ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ചെയ്ത് നോക്കാം. ആൻഡ് ദിസ് ഇസ് ദ സർപ്രൈസ്. ചിലപ്പം ആംസ് വീട്ടിൽ വർക്കൗട്ട് ചെയ്തപ്പോൾ ഈ മെഷീൻ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇല്ല, അത് കണ്ടില്ല. ഇല്ല. അപ്പം നമ്മളാണ് യൂണീക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. യെസ്, ബെൻഡ് ഓവർ റോ. ഒന്നുമില്ല, നമുക്കിത് ലോവർ ബാക്കിന് അത്ര സ്ട്രെയിൻ ഒന്നും വരത്തില്ല. ജസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കുക. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആവും. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു സ്ട്രെയിനും ഇല്ല. ചെസ്റ്റ് അപ്പ് ചെയ്ത് വെക്കുക, ഹെഡ് ഡൗൺ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക. ദിസ് ഈസ് റിയലി അമേസിങ്. അല്ല, ഇത് ചെയ്ത് നോക്കുമ്പം സെറ്റാണ്. Easy boy. 1 and last 1. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പം ആ റിവ്യൂ ഡയറക്റ്റ് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഓഡിയൻസോട് അറിയട്ടെ. മേ ബി ഈ മെഷീൻ ഇനി അങ്ങോട്ട് ചിലപ്പം ട്രെൻഡ് ആവുമായിരിക്കാം. കേരളത്തിൽ എത്ര ജിമ്മിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കൊല്ലത്ത് ഇതാദ്യമായിട്ടാണ് എൻ്റെ ജിമ്മിലും ചെയ്യണത്. ഇതാദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ സാധാരണ ബെൻഡ് ഓവർ ചെയ്യൽ നമ്മൾ നേരെ നിൽക്കും, ഫ്രണ്ടിക്ക് ബെൻഡ് ചെയ്യും. പക്ഷേ ബെൻഡ് ചെയ്യുമ്പം ചിലപ്പം 90 ഡിഗ്രി കിട്ടില്ല, ചിലപ്പം ആ കിട്ടേണ്ട ഒരു ബെൻഡ് കിട്ടില്ല. കുറച്ച് പൊങ്ങിയാണെന്നാണ് നമുക്ക് അപ്പർ ബാക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക. ട്രാപ്സൊക്കെ ലോഡ് ഉണ്ടാവുക. ലാറ്റ്സ് കറക്റ്റ് നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയില്ല.
പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ലോഡ് കൂടിയാൽ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല നോർമലി. സോ ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ക്വീസ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പതുക്കെ ഇട്ടാൽ മതി. യാ നൈസ്. ഔട്ട്. യാ ഗുഡ്. വാ എന്നുണ്ട് അപ്പർ ബാക്ക് മാസ്റ്റർ ലാറ്റ്സ് മുംബൈ. ഓ സീന് സെറ്റല്ലേ? അടിപൊളി മെഷീൻ. അപ്പോൾ ഇത് കാണുന്ന ജിം ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ 100% നിങ്ങൾക്ക് ഈ സാധനം റെക്കമെൻഡ് ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങളുടെ ജിമ്മിലുണ്ടായിരിക്കണം. കാരണം ഏത് ബിഗിനേഴ്സ് ആണെങ്കിലും അവർക്കൊരു ബെൻഡ് ഓവർ റോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വരുമ്പം നിങ്ങൾക്കത് യൂസ് ആവും. യാ സീരിയസ്ലി. കാരണമുണ്ട്. ഒരു 3 months മുന്നേ ഇവിടെ ലോവർ ബാക്ക് അല്ല, ലാറ്റ്സിന് താഴത്തെ ഇഞ്ചുറി പറ്റിയോ? രാവിലെ വാമപ്പം ചെയ്യാതെ പോയിക്കാണ്ട് മറ്റേ 44 kg ഡംബൽ എടുത്തുകൊണ്ട് സ്ട്രക്സ് ചെയ്തു ഒരാൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്തതിന് ശേഷം ചെറിയൊരു പെയിൻ വന്ന് അടുത്ത ദിവസം പിന്നെയും കൂടി 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 നീരിട്ട് വന്നിട്ട് ഇങ്ങനെ തിരിയാൻ ആ ലെവലിക്ക് ഇതായി. ഉഴിക്കാൻ പോയി, ഉഴിച്ചപ്പോൾ ആകെ സ്പ്രെഡായി. ഈ ഉഴിക്കുന്നൊക്കെ ശരിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ? കുറെ ആൾക്കാർ ഈ മസിൽ ക്രാംസ് വരുമ്പം ഉഴിക്കാനൊക്കെ പോകുന്നുണ്ട്. ശരിക്കും അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട്. മസിൽസ് ഒക്കെ ഫ്രീ ആയി കിട്ടും. അപ്പോൾ എവിടെ നീര് കെട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഇതുണ്ടായിന് ആദ്യം കെട്ടി കിടക്കണ്ടായിന്, അതും അളക്കി വിട്ടു. പക്ഷേ ഇത് ശരിക്കും അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോകണമെന്ന്. അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയാൽ നമുക്ക് പണി കിട്ടും. അത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം ഇവിടെയുള്ള പെയിന് പിന്നെ എനിക്ക് അവിടുന്ന് പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ ആയി. ശരി. ആ ഒരു നീ ഇറങ്ങിയിട്ട് ഇവിടെ എത്തി. അപ്പോൾ ആ ഒരു പെയിൻ എനിക്ക് ഇപ്പോൾ ഉണ്ട്, ഇപ്പോഴും ചെയ്യണം. ഓക്കെ. പിന്നെ റൂട്ട്സ് ബുക്കും അതേപോലെ തന്നെ അങ്ങനെ ഇറങ്ങി പോവുകയും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്തുവാന്ന് ശരിക്കും. എന്നിട്ട് ശരിക്കും നമ്മൾ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ച് ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഉണ്ടാവും, പക്ഷേ അതിനേക്കാളും കുറച്ച് എക്സ്ട്രാ പെയിനും ആ സ്റ്റിഫ്നെസ്സും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ലെഗിൻ്റെ ഇതൊക്കെ നമ്മൾ ആർഡിയലൊക്കെ ചെയ്യല, നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ ആ ഒരു ആർഡിയലിൻ്റെ പെയിനും ഉണ്ടാവും, അതിന് കൂടുതൽ ഇതിൻ്റെ പെയിനും ഉണ്ടാവും. ശരി, ഇതാ ഞാൻ പറഞ്ഞത്. ഇപ്പം വർക്കൗട്ട് ചെയ്യുന്ന ഒരു 90% ആൾക്കാർക്കും ഇഞ്ചുറീസ് എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നോർമൽ ആൻഡ് നാച്ചുറൽ. നമുക്ക് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഇതും കടന്നു പോകും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളതങ്ങ്, ചില ആൾക്കാർക്ക് ഇതൊന്നും എന്തോ പറ്റത്തില്ല, അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വേദന വന്ന ഉടനെ ആ പരിപാടി അങ്ങ് നിർത്തും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക, മാക്സിമം വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുക. എന്നാൽ വർക്കൗട്ട് ചെയ്താൽ മാറാത്ത ഒരു കാര്യം ഇത് കൊടുത്താൽ ഞാൻ അതേപോലെ ബെൻഡോറോ ആയ പോലെ തന്നെ ഒരു അധികം ലോ ബാഗും പിടുത്തം വരാത്ത രീതിക്കുള്ള വർക്കൗട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കണ്ട് അയാൾക്ക് ആക്കി മാറ്റി വർക്കൗട്ട്സ്. അപ്പോൾ കുഴപ്പമില്ല. ശരിക്കും ഉണ്ടല്ലോ, എൻ്റെ ബോഡിയിൽ കൂടുതലും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ ഡെൽറ്റോയിഡിനകത്ത്. എൻ്റെ ഡെൽറ്റോയിഡ് ഒരു പവർ പോയിൻ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആക്ച്വലി എൻ്റെ ഡെൽറ്റോയിഡ് ഒരു 2-2.5 വർഷത്തോളം ഇഞ്ചോർഡായി. ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്യാതെ ഞാൻ ഒരു 40 to 43 kg വരെ ഡൗൺ ആയിരുന്നു. കാരണം വർക്കൗട്ടില്ല, ഒന്നുമില്ല, ഡിപ്രഷനിലായിരുന്നു. കാരണം ഏത് ഡോക്ടറിനെ കാണിച്ചാലും എനിക്ക് ഇനി വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ആക്ച്വലി എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താ പറയുന്നത്, ഇതൊരു ഇംപിഞ്ച്മെൻ്റ് ആയിരുന്നു. ഷോൾഡർ ഇംപിഞ്ച്മെൻ്റ് എന്ന് പറയും. ഇതിൻ്റെ പ്രോബ്ലം കണ്ടെത്തുക, ഇത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ നമ്മളിനി എത്ര ടാബ്ലറ്റോ പെയിൻ കില്ലറോ കഴിച്ചാലും നിങ്ങൾക്കൊരു ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ അത് മാറാൻ പോകുന്നില്ല. വർക്കൗട്ട് ചെയ്ത് അവിടുത്തെ മസിൽ സ്ട്രോങ് ആക്കി എടുക്കുമ്പോഴത്തേക്കിന് ഇഞ്ചുറി മാറി. 2.5 വർഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ടൊക്കെ നിർത്തിയതായിരുന്നു. സീരിയസ്ലി ഈ ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന് എനിക്ക് തോന്നുന്നത് ഞാൻ 45 കിലോയോ 42 കിലോ കണ്ടേ ഉള്ളായിരുന്നു. ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട്. ഓക്കെ, up 1
2, 3, 11, 12. ഓക്കെ 12 reps. ഇത് സെക്കൻഡ് സെറ്റാണ്. ഇത് ഫസ്റ്റ് 2 സെറ്റ് നമുക്ക് വാം അപ്പ് സെറ്റായിട്ട് കൂട്ടാം. അടുത്ത ഒരു സെറ്റ് നമുക്ക് വർക്കിംഗ് സെറ്റായിട്ട് ചെയ്യാം. അത് കുറച്ച് ഹെവി ആയിട്ട് പോകും. ഓക്കെ ലെഫ്റ്റ് കമൺ ഈസി അപ്പ് ഹോൾഡ് നൈസ് 1 ഡൗൺ 2 വെരി ഗുഡ് 4 5 and 6 ഓക്കെ നൈസ്. ഓഫ്. സോ 2 ആം സെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വർക്കിംഗ് സെറ്റാണ്. ഒരു വർക്കിംഗ് സെറ്റ്. വർക്കിംഗ് സെറ്റ് വോണ്ട് ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഇത് കുറച്ച് ഹെവി ആയിരിക്കും കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന റെപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 6 to 8 റെപ്പാണ്. ഓക്കെ 6 to 8 റെപ്പ്. അപ്പോൾ അത്രത്തോളം ഹെവി ആയിട്ട് നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്ത്. സോ ഇതിനകത്ത് നമുക്ക് ഇഞ്ചുറി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇല്ല അധികം സ്ട്രെയിൻ വരത്തില്ല. മറ്റേ നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബോഡി വെയിറ്റ് ഫുള്ള് ഇവിടേക്ക് വരും. അവിടെ വരും. പിന്നെ ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നത് ഇതിന്. അടിപൊളി. സോ ഞാൻ വെയിറ്റ് എത്ര കൂട്ടും? ഒരു എൻ്റെ കപ്പാസിറ്റി അല്ല നിങ്ങൾക്ക്. അതാ യു ഹാവ് ടു ബി ടേക്കിംഗ് മോർ ദാൻ നോർമൽ ബാർബെല്ല് ബെൻഡ് ഓവർ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഹെവി ആയിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേര് പറ്റാത്ത വെയിറ്റ് ഒന്നും വാരിയിട്ട് ലോഡ് ചെയ്ത് ഇഞ്ചുറി ഉണ്ടാക്കി വെക്കരുത്. എന്നിട്ട് എൻ്റെ പേര് കൊണ്ടിടരുത്. ഞാൻ ഇതിനകത്ത് വെയിറ്റ് ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഇഞ്ചുറിയുടെ പോസിബിലിറ്റീസ് കുറവാണ്. കാരണം അത്രത്തോളം ഇതിനൊരു ബയോമെക്കാനിസം ഉണ്ട്. അതുമാത്രമല്ല നമ്മളെ പൊസിഷനിങ് കറക്റ്റായിരിക്കും. സി നോട്ട് ഓക്കെ 6 to 8 റെപ്പ്. 8 റെപ്പിൽ ഫെയിൽ ആവണം. 1 2 2 3 easy boy 4 ഇവിടെ come on boy 5 ഇവിടെ and last fucking 6 up 7 last one up down mad 6 to 8 അതിനകത്ത് സ്ക്യൂസ് ചെയ്ത് സെറ്റ് ചെയ്തോളാം. ഈസി കം 1 nice 2 3 more 1 2 3 last two 1 last one easy nice ലോഡായി ഓക്കെ. ഇപ്പോൾ വരുന്നു പമ്പായി. ഇനി നമ്മൾ ഒരു വൈഡ് ലാറ്റ് പുൾ ഡൗണിലോട്ട് പോകും. വിഡ്ത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വെയിറ്റ് എടുത്തിട്ട് തിരിച്ച് ലോഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്കിത് അടുത്തുണ്ടായതുകൊണ്ട് പെട്ടെന്ന് നടക്കും. ഇത് നമ്മുടെ ഒരു കലാഷ്നിക്കാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാധനം ഒട്ടുമിക്ക ജിമ്മിലും ഉണ്ടാവും. ഈ ഇടയായിട്ട് എൻ്റെ ഫേവറേറ്റ് സാധനമാണിത്. ഇത് ഞാൻ ബാക്ക് വർക്കൗട്ട് ചെയ്യുമ്പം മിസ് ചെയ്യാതെ ചെയ്യുന്നൊരു ഗ്രിപ്പാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിന് അങ്ങനെ വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ മീററ്റ്. അവിടെ ഈ സാധനത്തിന് ഭയങ്കര വില കുറവാണ്. ഹാൻഡിൽസും ഗ്രിപ്സും ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യ, പക്ഷേ പരിചയമുള്ളവരടുത്തേ കൊടുക്കാവൂ. പരിചയമില്ലാത്തവരടുത്ത് കൊടുത്താൽ പൈസ പോവും, നിങ്ങൾക്ക് കിട്ടത്തില്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയാണ്, UP ആണ്. വെർച്വൽ അറസ്റ്റ് ചെയ്യുന്ന ടീമുകളാണ്, നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷെ മീററ്റിൽ നിന്ന് എടുത്താൽ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നൊരു കോംപ്രമൈസും ഇല്ല. അവരിത് പക്ക ഇമ്പോർട്ടഡ് ക്വാളിറ്റി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 4500 രൂപയാളായിരുന്നു ഒരു സെറ്റ് കംപ്ലീറ്റ്. ഇത് അത് കണക്ക് തന്നെ ഈ ഹാൻഡിൽ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഇതൊരു സെറ്റായിട്ടൊരു 6-7 പീസ് വരും. ആമസോണിൽ 10K മേലുണ്ടാവില്ലേ? ഏതാ? ആമസോണിൽ 10K മേലുണ്ടാവില്ലേ? ആമസോണിൽ ഭയങ്കര വിലയാണ്. ആമസോൺ റീറ്റെയിൽ സെല്ലേഴ്സ് അല്ലേ. ഈ മീററ്റിൽ ശരിക്കും പറഞ്ഞാൽ മീററ്റിൽ സത്യം മെഷീൻ എടുക്കാൻ കൊള്ളത്തില്ല. മെഷീൻ എല്ലാം ഫ്ലോപ്പാണ്. പക്ഷേ ഇതുപോലത്തുള്ള ഗ്രിപ്സ്, ഹാൻഡിൽസ്, ഡംബൽ, ബാറ്, പിന്നെ ഫിക്സഡ് ബാർബെൽസ് ഇതൊക്കെ മേടിക്കാൻ ലാഭം. അത് കണക്ക് മറ്റേ ഡെഡ് ലിഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോം അതെനിക്ക് 12,000 രൂപ ഉണ്ടായുള്ളത്. സോ ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞു. ബെൻഡോറോ അത് ചെയ്തപ്പോൾ തന്നെ ബാക്ക് ഫുള്ളും ലോഡായി കിട്ടി. നമ്മൾ ചെയ്യാൻ പോണത് ലാറ്റ് പുൾ ഡൗൺ ആണ്.
So this is what we should be focusing on because we need widthന് വേണ്ടി മാക്സിമം നമ്മൾ ഈ പുൾ ഡൗൺ മൂവ്മെൻറ്റ്സ് വരുന്നത്. സോ ലൈറ്റ് കോമ്പൗണ്ടിൽ നമുക്ക് പോവാം. സെക്കൻഡ് വർക്കൗട്ട് ലാറ്റ് പുൾ ഡൗൺ. ഓക്കെ, 12 റെപ്സിൽ ഫെയിൽ ആയാലും കുഴപ്പമില്ല, 15 റെപ്പിൽ ഫെയിൽ ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഫുൾ സ്ട്രെച്ച് കൊടുത്ത് ചെസ്റ്റ് നേരെ വെച്ച് ഷോൾഡർ ഡീകംപ്രസ് ചെയ്ത് ഡൗൺ. 1 ഈസി 2 3 12 30. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, നല്ല രീതിയിൽ ഓടാം. ട്രൈ ചെയ്തു. ഈസി. ബോഡി ഫുൾ അകത്ത് കയറ്റിയിട്ട് ചെസ്റ്റ് നേരെ വെച്ച് ഷോൾഡർ ഡീകംപ്രസ് ചെയ്തോ. ഓക്കെ, കമോൺ. ഈസി, നൈസ്. 1 2 ഫുൾ സ്ട്രെച്ച്. 4 5 3 4. ഓക്കെ, നമ്മൾ ഇത്ര വൈഡ് ഇതല്ലേ യൂസ് ചെയ്യല്? ഏതാ ഈ സാധനം യൂസ് ചെയ്യല് സാധാരണ? ഓ, നോർമലി അത് ഈ ലെവൽക്ക് വരില്ലേ? കുറച്ച് വൈഡാ. നോർമൽ ലാറ്റ് പുൾ ഡൗൺ ബാർ ഇടുമ്പോൾ അറിയാം, ആ കൂടുതൽ ബൈസെപ്സ് എൻഗേജ് ആവും. ആ ഫസ്റ്റ് കേസ് തന്നെ ഫോർ ആം എൻഗേജ് ആവും. ആ പിന്നെ ഫോർ ആം എൻഗേജ് ആവാതിരിക്കാൻ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തമ്പൊന്ന് ഔട്ട് സൈഡ് ഇട്ടാൽ ഞാൻ മതി. സ്ട്രാപ്പ് യൂസ് ചെയ്യും. സ്ട്രാപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, അതും കുഴപ്പമില്ല. അത് പിന്നെ നമുക്ക് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ കിട്ടാനും പാടായിരിക്കും ആ ഹെവിയിലോട്ട് പോകുമ്പോൾ. ഇവിടെ വരും, ചിലപ്പോൾ മൂക്കിൻ്റെ അടുത്ത് നിൽക്കും, താഴോട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, പുൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഇത് കാരണം ഞാനിപ്പോൾ കൂടുതലും ഈ ബാറിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വൈഡ് തന്നെ എപ്പോഴും എടുക്കല്? ഞാൻ ഈ വൈഡ് തന്നെ എപ്പോഴും വൈഡ് എടുക്കല്. ഞാൻ വർക്കൗട്ടൊന്നും എപ്പോഴും ചേഞ്ച് ചെയ്തൊന്നുമില്ല. ഒരു എവറി 6 months. സെയിം. സോ ഒരു 6 മാസത്തേക്ക് മാറ്റുന്നുള്ളൂ അല്ലേ? പ്രോഗ്രസ് ചെയ്യും. ആ 6 മാസത്തേക്ക് ഓക്കെ ഒരേ പാറ്റേണിൽ തന്നെ പോകും. പക്ഷേ അത് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനും അത് കണക്ക് തന്നെ എന്തുവാ ഗ്രോത്ത് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടായിരിക്കും, നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് എത്ര നേരം റെസ്റ്റ് എടുക്കണം. ചിലർ പറയും 60 സെക്കൻഡ്, ചിലർ 3 മിനിറ്റ്. അങ്ങനെയല്ല ശരിക്കും. നിങ്ങളൊരു സെറ്റ് കഴിഞ്ഞു, അടുത്ത സെറ്റിലേക്ക് നിങ്ങൾക്ക് റെഡിയായി. നിങ്ങളിപ്പം ഫസ്റ്റ് സെറ്റിൽ 12 റെപ്പാണ് ചെയ്തതെങ്കിൽ സെക്കൻഡ് സെറ്റിലും 12 റെപ്പ് ചെയ്യും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ റെസ്റ്റിംഗ് ടൈം. അപ്പോൾ അടുത്ത സെറ്റ് തുടങ്ങുക. നമ്മൾ ഹേർട്ട് റേറ്റ് നോക്കിയാൽ മതി. ആ ഹേർട്ട് റേറ്റ് നോർമലാണ്. യെസ്, നോർമലായില്ലെങ്കിൽ അതിനർത്ഥം റെഡി ആയിട്ടില്ല, പക്ഷേ റെഡി ആവാണ്ട്. ഒന്നുകൂടി റെസ്റ്റ് എടുക്കുക, നോർമലായതിനു ശേഷം എടുക്കുക. നമുക്ക് ആ ഫുൾ സ്ട്രെങ്ത്തും ആ ഒരു മാക്സിമം എഫോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ വേണ്ടി കറക്റ്റ് ടൈമർ ചെയ്യാണ്ട് വർക്കൗട്ട് ചിലർ വർക്കൗട്ട് ടൈമൊന്നുമില്ല, പമ്പിങ് പോകും എന്ന് പറഞ്ഞിട്ട്. പമ്പിങ് പോകുന്നതിനകത്തല്ല, നിങ്ങൾ അടുത്ത സെറ്റിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ആവണം. എങ്കിലേ നിങ്ങൾക്ക് കൂടുതലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അത് കണക്ക് തന്നെ ആ ഒരു വർക്കൗട്ട് വോളിയം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓരോ വർക്കൗട്ടിന് ആ വോളിയത്തിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലെഗിനെ കുറച്ച് ഓരോ കോമ്പൗണ്ട് എക്സസൈസ്, ഇപ്പോൾ സ്ക്വാട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ റെസ്റ്റ് ടൈം ആവശ്യമുണ്ടാവും. ഐസോലേഷൻ മൂവ്മെൻറ്റ്സ് ആകുമ്പോൾ അതിനനുസരിച്ചാണ്ട് ഡിഫറൻസ് വരും. അത് മനസ്സിലാക്കിയിട്ട് കോമ്പൗണ്ട് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ മസിൽസ് എൻഗേജ് ആവുന്ന ഒരു കാര്യമാണ് നമ്മൾ കോമ്പൗണ്ട് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഐസൊലേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഐസൊലേഷൻ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഒരു മസിലിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന വർക്കൗട്ടിനെയാണ് നമ്മൾ ഐസൊലേഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. 11 12 30. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ആദ്യത്തെ വർക്കൗട്ടിൽ നമ്മൾ 2 സെറ്റ് വാമപ്പ് സെറ്റായിട്ട് ചെയ്ത് അതിനകത്ത് നമ്മൾ വെയിറ്റ് കൂട്ടി ചെയ്തു. എന്നിട്ട് 3ാമത്തെ സെറ്റ് വർക്കിംഗ് സെറ്റായിട്ടാണ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത വെയിറ്റ് തന്നെയാണ് സെക്കൻഡ് ചെയ്യുന്നത്. അവിടുത്തെ എൻ്റെ എല്ലാ വർക്കൗട്ടിലും ഫസ്റ്റ് 2 സെറ്റ് എന്ന് പറയുന്നത് വാമപ്പ് സെറ്റായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന എല്ലാ വർക്കൗട്ടും വർക്കിംഗ് സെറ്റ് തന്നെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 13 റെപ്പ് ചെയ്തായിരുന്നു. അതേ വർക്കൗട്ട് വോളിയം തന്നെ ആയിരിക്കും അടുത്ത 3 സെറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടായി വെയിറ്റ് കൂട്ടാത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ വർക്കൗട്ടിനെ പ്രോഗ്രസ് ചെയ്യുന്ന ടാർഗറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് ഓക്കെ, ഇതാണ് എൻ്റെ ഈ വെയിറ്റിൽ ഇതാണ് 13 റെപ്പാണ്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കിന് ഒരു വെയിറ്റും കൂടെ കൂട്ടി നോക്കും. അപ്പോൾ അതായിരിക്കും എൻ്റെ വർക്കിംഗ് സെറ്റ്. ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ യൂസ് ആവും. ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ സാധാരണ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ. അതായത് ഫസ്റ്റ് ഒരു വാം സെറ്റ് അടിക്കും. ഒരു വാം സെറ്റ് അടിച്ചിട്ട് പിന്നെ ഡയറക്റ്റ് നമ്മൾ ലാസ്റ്റ് സെറ്റിൽ ഇടാൻ വെയിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ ഇടുന്നുണ്ടാവുക. അത് തന്നെ ആയിരിക്കും പിന്നെ ഇടുന്നത്. ആ അത് അതിൽ ഇപ്പോൾ ഒരു 2 സെറ്റ് ഫെയിലർ അടിച്ചാണ്ട് ചിലപ്പോൾ ലാസ്റ്റ് ചിലപ്പോൾ ഡ്രോപ്പ് സെറ്റ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ടാവുക. ഡ്രോപ്പ് സെറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. ഞാൻ ശരിക്കും ആ ഡ്രോപ്പ് സെറ്റ് അങ്ങനെ വളരെ വളരെ റെയറായിട്ടായിരിക്കും ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ കോമ്പറ്റീഷനൊക്കെ അങ്ങനെ അങ്ങ് ഡ്രോപ്പ് സെറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ 2022 കോമ്പറ്റ് ചെയ്തപ്പം എനിക്കൊരു കോച്ചുണ്ടായിരുന്നു. കൂടുതൽ അതിനകത്ത് വരുന്നത് ഡ്രോപ്പ് സെറ്റ്സ്, കോംബോ സെറ്റ്സ്, പിരമിഡ് സെറ്റ്സ് ഇതൊക്കെയായിരുന്നു കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റായി ഡൗൺ ആവും. ശരിയാണ്, അത് നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു. അത് ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെക്ക് മൈ ഇൻസ്റ്റാഗ്രാം ഒക്കെ റോ ഫിറ്റ്നസ് 70. സൈഡിൽ കൂടെ ഒരു പ്രൊമോഷൻ. ഓക്കെ കം റെഡി ബോയ്. ഈസി. 1 നേരത്തെ 12 റെപ്പ് അല്ലായിരുന്നോ? പോടെ. കം 2 10. അവസാനത്തെ 2 സ്ക്യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് സ്ക്യൂസ് ലാസ്റ്റ് വേർഡ് സ്ക്യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പൊട്ടെ ഡൗൺ യെസ്. ഓക്കെ. ഐക്കോണിക് പോസ് ഇതല്ല, ഇത് ഇതുണ്ട്. എൻ്റെ ട്രൈസെപ്സ് കണ്ടപ്പോഴും 2 മാസം ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്ട്രൈഷൻസ് ഇപ്പോഴും പോയിട്ടില്ല. യെസ്. ഞാൻ പിന്നെ എപ്പോഴും ഡയറ്റ് ഇല്ലതാനും, പക്ഷേ എന്നാൽ ഞാനങ്ങനെ ചീറ്റ് വളരെ കുറവാണ്. ഇന്നലെ പോയി കുറേ പാസ്ത കഴിച്ചായിരുന്നു. ഞാൻ ഇന്നലെ കഴിച്ചാൽ പറഞ്ഞില്ലേ, വീഡിയോ പറയില്ല. ഇന്നലെ എന്താ കഴിച്ചാൽ പറയാം. ഇന്നലെ ഒരു പിസ്സ കഴിച്ചായിരുന്നു രാത്രി. മറ്റേ വൈഫിൻ്റെ അനിയത്തി BSc ഡയാലിസിസ് ടെക്നോളജി പാസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റിന് വേണ്ടി ഞങ്ങൾ കൊല്ലത്ത് വരും. ബീഫ് ലസാന്യ, പിന്നെ ഒരു പിസ്സ കഴിച്ചായിരുന്നു, മറ്റേ മെക്സിക്കൻ പിസ്സ, പിന്നെ ഒരു ഹണി കേക്ക്. പിന്നെ ഞാൻ എന്തുവായിരുന്നു വെച്ചാൽ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചായിരുന്നു. ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പം ഫസ്റ്റ് പ്രിഫറൻസ് ഫ്രൈഡ് റൈസാണ്. കാരണം അതിനകത്ത് കാപ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ അത് കണക്ക് ചെയ്തു തരും. ഓൾറെഡി അധികം ഇതുണ്ടാവില്ല. ചില കടയിൽ ഇവർ എണ്ണ കൂരി അങ്ങ് ഒഴിക്കും ഈ റൈസിന് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്, കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കാൻ വേണ്ടി. ബിരിയാണി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ഉണ്ടാവില്ല. ബിരിയാണി ഹെവിയാണ്. ബിരിയാണി ഡാൽഡയുണ്ട്, നെയ്യുണ്ട്, എല്ലാം ഉണ്ട്. മസാല എടുക്കുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ നമുക്ക് എനർജി നല്ല രീതിയിൽ ലോഡായിട്ടുണ്ടേ. അപ്പം വേണമെങ്കിൽ നമുക്കൊരു ഒരു വെയിറ്റ് കൂടെ കൂട്ടാം, പക്ഷേ വേണ്ട. ഫുൾ സ്ട്രെച്ച് കൊടുക്കുക, ഹോൾഡ് ചെയ്യുക. 1 2 അതെ. ഈ അവസാനത്തെ റെപ്പുണ്ടല്ലോ, നമുക്ക് കണ്ണു തുറക്കൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അത്രത്തോളം ഹാർഡായിട്ട് ഹെവി ആയിട്ട് അങ്ങ് ട്രെയിൻ ചെയ്യും. സെറ്റ് ഉണ്ടല്ലേ? ഏതാ സെറ്റ് ഉണ്ടല്ലോ ലാസ്റ്റ്? കഴിഞ്ഞു ഇത് ലാസ്റ്റ് സെറ്റാ. ഞാൻ 3 സെറ്റില്ലേ? 3 സെറ്റ് മതി. ഇൻറ്റൻസിറ്റി വളരെ കുറവാണല്ലോ. ഇൻറ്റൻസിറ്റി വളരെ കുറവാണല്ലോ. ആണോ? എന്നാൽ ഒരു സെറ്റ് കൂടെ ചെയ്യാം. പോട്ടെ. 1 ഇവിടെ യെസ് വിരിഞ്ഞു. ഓ നമ്മൾ ലാറ്റ്സ് ഈ മനസ്സിലേക്ക് മെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആ ഒരു വി ടൈപ്പർ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ നല്ല ഫ്ലാറ്റാ. അത് സൈഡ് ലാറ്ററൽ റൈസ് കൂടുതലും മെഷീൻ ഒന്ന് കറക്റ്റ് ചെയ്ത് തരണം. അതടിക്കും. അതുകൊണ്ടല്ല മെഷീൻ വാങ്ങിച്ചേക്കുന്നത്. ആ മെഷീനിലെ അത് ചെയ്ത് നോക്കിയായിരുന്നോ? ചെയ്ത് നോക്കിയാൽ ഹെവിയാണത്. നല്ല ഹെവിയാണ്. പ്രോപ്പർ ഫോമാ. രണ്ടെണ്ണത്തിൽ ഇട്ടിട്ട് നല്ല പിടുത്തം വരുന്നുണ്ട്. നല്ല ഫോമാണ് അത്. കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, ഡമ്പലിനകത്തും ബാറിനകത്തും മെനക്കെടാൻ വയ്യ. മെഷീൻസ് ആകുമ്പോൾ നല്ല ഫീൽ കിട്ടും. കറക്റ്റ് ബയോ മെക്കാനിസം ആയിരിക്കും. ഇനി അടുത്ത് നമുക്കൊരു ലോ റോ ഫോക്കസ് ചെയ്യാം. ഓക്കെ. പ്രത്യേകിച്ച് ഞാൻ മെൻസ് ഫിസിക് കാറ്റഗറി ചെയ്യുന്നുണ്ട്. എനിക്ക് ബാക്കിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഇവിടെ എത്ര ബാക്ക് മെഷീൻ ഉണ്ട്? 1 2 പിന്നെ ലാറ്റ് പുൾ ഡൗൺ സീറ്റഡ് റോ 3, നമ്മൾ നേരത്തെ കണ്ട ആ മെഷീൻ 4. ഇനി ഒരു മിഡ് റോ വരാനുണ്ട്, ഒരു ലാറ്റ് പുൾ ഡൗണിൻ്റെ റിവേഴ്സ് റോ വരാനുണ്ട്. സോ
തേർഡ് വർക്കൗട്ട് വി ആർ ഗോയിങ് ടു ഇതിന് നമുക്ക് ലോറോ ലോവർ ലാറ്റ്സിന് ലോഡ് ചെയ്യും. അതേ കണക്ക് തന്നെ ട്രാപ്സ് നമ്മൾ മിഡ് ബാക്കും ട്രാപ്സും ലോഡ് ചെയ്യും. നാളെ ഓഫ് അവിടെ കഴിയുമ്പോൾ ഫുൾ ലോഡാവും. പിന്നെ ഉണ്ടാവും ഫുൾ ലോറോ. പിന്നെ നമുക്കൊരു സ്ട്രൈറ്റ് ആം പുൾ ഡൗൺ കൂടെ ചെയ്ത് ഫെയിലിയറായിട്ട് ചിന്നപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം, പുള്ളപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ 2 റോബസ്റ്റാണ്. വെയിറ്റ് കൂടാ. അപ്പോൾ 2 റോബ്സ് ചെയ്യണം. അപ്പോൾ 2 റോബ്സ് ചെയ്യണം. വെയിറ്റ് ഇത് മതിയോ? ഫസ്റ്റ് ഇത് മതി. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ അടുത്ത 3 സെറ്റും വർക്കിംഗ് സെറ്റാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് പോവാം. സോ ബാക്കിൻ്റെ അന്ന് നമുക്ക് മെയിനായി കണ്ട് വേണ്ടൊരു സംഭവമാണ് ഇതാ ഈ സംഭവം, ലിഫ്റ്റിംഗ് സ്ട്രാപ്പ് പറയും. അപ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് വരുന്ന ഇഷ്ടമാണ് ഈ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഈ റോയിങ് മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഹെവി വെയിറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോർ ആംസ് ലോഡ് വരും. അത് നമുക്ക് ലാറ്റ്സ് ഫെയിൽ ആവണ മുമ്പ് തന്നെ ഫോർ ആംസ് കാരണം നമ്മൾ വിടും. സോ ആ ഒരു ഇഷ്യൂ ഇല്ലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രാപ്പ് യൂസ് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ വിട്ട് കഴിഞ്ഞാലും ഈ സ്ട്രാപ്പിൻ്റെ ബലത്തിൽ നിൽക്കും. സോ അത്രക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണിത്. ഇത് എല്ലാ സെറ്റിലും യൂസ് ചെയ്യാമെന്നല്ല പറഞ്ഞത്, ലാസ്റ്റ് ഹെവി ആയിക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഹെവി ആയിട്ട് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്കിത് 30 കിലോ അത്ര ഹെവി ആയിട്ട് തോന്നത്തില്ല. ബട്ട് ഹെവി ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇത് നല്ല രീതിയിൽ മൈൻഡ് മസിൽ കണക്ഷൻ കൊടുത്ത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ്. അത്രയേ ഉള്ളൂ. ചിലർ പറയുന്നത് മൈൻഡ് മസിൽ കണക്ഷനകത്തൊന്നും കാര്യമില്ല, ചെയ്താൽ മതിയെന്ന്. ബട്ട് അങ്ങനത്തൊക്കെ കാര്യമുണ്ട്. 1 2 3 1 Last one, come on. Okay. Okay, try it. Okay. Yes. Nice. നിങ്ങളുടെ ജിമ്മിൽ ഈ മെഷീൻ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പക്ഷേ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആവും. അതുകൊണ്ടാണ്. യെസ്, കം. ഇത് നമുക്ക് ഇൻക്ലൈൻ ബെഞ്ചിൽ ക്രോസ് ഓവർ മെഷീനിൽ ഇത് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. 1 ബോയ് കം ഓൺ. 2 നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ലോവർ ലാറ്റ്സ്, മിഡ് ആൻഡ് ട്രാപ്സ്, ഇത് 3 എൻഗേജ് ആവും. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. സി, ബോയ്. One. Last skews it, come on. Easy. Yeah. ഫോർ ആംസിന് തുള്ളി വന്നില്ല. ഇല്ല, വരത്തില്ല. സ്ട്രാപ്സിൻ്റെ മെച്ചം. മിക്ക ആൾക്കാർക്കും അതൊരു പ്രശ്നമാണ്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഫോർ ആം എൻഗേജ് ആവുക. നമുക്ക് ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ ഈ എന്നിട്ട് എന്ത് ചെയ്യും, കുറേ പേര് ഗ്ലൗസ് യൂസ് ചെയ്യും. ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് പോത്തേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർ, എനിക്ക് ഇന്നേ വരെ മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഞാൻ ഇന്ന് വരെ ഈ മെഷീനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടില്ല. ദിസ് ഫോർ ആം മെഷീനകത്ത് ഐ ഹാവ് എ ഗുഡ് ഫോർ ആം. ഞാൻ ഈ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത കുറേ ആൾക്കാരാണ് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ ഫോർ ആം മെഷീൻ ചെയ്തിട്ട് ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ക്യാപിറ്റായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോർ ആം ഗ്രോ ആകത്തില്ല. ഇപ്പം നമ്മൾ ഹെവി വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ മസിൽസ് ചെയ്യാൻ അഡാപ്റ്റ് ആവും. ഇപ്പം നമ്മൾ ബാക്കിന് ഇപ്പോൾ നമ്മൾ ഹെവി ആയിക്കാണ്ട് ഇന്ന സമയത്തൊക്കെ ഫോർ ആംസ് എൻഗേജ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെ അഡാപ്റ്റ് ആയിക്കാണ്ട് നമ്മൾ ഫോർ ആംസ് ഗ്രോ ആവും. സെപ്പറേറ്റ് അതിന്
കൊടുക്കാം, പക്ഷേ ഓവറായി കൊടുക്കരുത്. ഓവറായി കൊടുത്തു കഴിഞ്ഞാൽ ലോസ് ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസവും വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കയറി ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ ഇന്ന് എൻ്റെ എൻ്റയർ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ഈ മെഷീനകത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഫോറാമിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു വർക്കൗട്ടും ചെയ്തിട്ടില്ല. ഞാൻ കുറേ മാസങ്ങളായി ചെയ്യലില്ല. ഞാൻ ചെയ്യാറില്ല. കാരണം നമ്മൾ ഓൾറെഡി ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോഴാണെങ്കിലും ബൈസെപ്സ് കർൾ ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മുടെ ഫോറാം മസിൽ എൻഗേജ് ആവുന്നുണ്ട്. എക്സ്റ്റേണലി നമ്മളൊരു എഫേർട്ട് കൊടുത്ത് ആ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് വലുതായിട്ട് തോന്നിക്കാം, പക്ഷേ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഇനിയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക. മനസ്സിലാവാത്തവർ വീണ്ടും അതിനകത്ത് പോയി കിടന്ന് അടിക്കുക. സോ ലാസ്റ്റ് സെറ്റാണ് നമ്മളെ തേർഡ് വർക്കൗട്ടിൻ്റെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പോകും. ഇത് തീർക്കാദ്യം. ഓക്കെ, ലാസ്റ്റ് ആ 3 ഹോൾഡ്. ഓക്കെ. അയ്യോ, ക്യാമറാമാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കണ്ണ് കലങ്ങി പൊളിഞ്ഞ് ബാക്ക് പൊട്ടി. ഞാൻ ജസ്റ്റ് ടീഷർട്ടിനകത്ത് കാണിച്ചു തരാം. സ്പ്രെഡായോ? അത്രയ്ക്ക് അങ്ങോട്ട് സ്പ്രെഡാക്കാൻ പറ്റിയില്ല. ഓക്കെ, ടീഷർട്ട് ഊരിയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മളെ ലാസ്റ്റ് സെറ്റാണ്. കമൺ 10 ഈസി. കൊള്ളാം, പോട്ടെ, ബ്ലാസ്റ്റ് ചെയ്. 1 അടിപൊളി. ഈസി. 2 come on. 3 So third workout is done. റിവേഴ്സ് റോൺ ചെയ്തത്, ലോവർ റോൺ ചെയ്തത്. അടുത്ത ചെയ്യാൻ പോകുന്നത് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ. അതിൻ്റെ ലാസ്റ്റ് സെറ്റിൽ കാണാം. സോ നമ്മളെ ഫോർത്ത് വർക്കൗട്ട് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ. അതിൻ്റെ ലാസ്റ്റ് സെറ്റാണ്. 2 സെറ്റ് ചെയ്തു. ലാസ്റ്റ് സെറ്റ്. ഓക്കെ, ലാസ്റ്റ് സെറ്റ് ഹെവി സെറ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് കൂട്ടിയിട്ട് ഒരു 8 to 10 റെപ്പ്. ഓക്കെ 65 പിടിച്ചിട്ട് എല്ലാത്തിനും കൂടുതലായി, ഇച്ചിരി കൂടുതലായി പോയില്ലേ? നോക്കാം. ഒരു 8 റെപ്പ് വന്നാലും ഓക്കെയാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ബോഡി ബാക്കിലോട്ട് ലീൻ ചെയ്യാതെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഞാൻ പഠിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സീറ്റിംഗ് പൊസിഷൻ തന്നെ നമ്മളെ ബോഡി ഫുള്ള് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. റിട്രാക്ട് ചെയ്ത് ചെസ്റ്റ് അപ്പ് ചെയ്ത്. യെസ്. ഇത് കുറച്ച് ഹെവി ആട്ടോ. കുറച്ച് കൂടി ഹെവിയാ. അതൊന്ന് കുറക്കുന്നേ. ഇവിടെ 4 5 യെസ്. ഇവിടെ ലാസ്റ്റ് ready 6 2 pass. 2 ഇനി ഇത് ചീറ്റ് റെപ്പ് ആവും. 1 ഓക്കെ, ഫൈൻ. ഡൺ. ഫീൽഡായി. എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് പോകണമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കൂടുതലിട്ട് പോയി. അത് കഷ്ടമാണ്. അത് നേരത്തെ പറഞ്ഞ കണക്ക് ബോഡി ബാക്കിലോട്ട് വെച്ച് ചെയ്യാതെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റ്സിന് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ആവും. നിങ്ങളുടെ ബൈസെപ്സിനുള്ള ആ ഒരു എൻഗേജ്മെൻറ്റ് കുറഞ്ഞ് കിട്ടും. ഫോറാം എൻഗേജ്മെൻറ്റ് കുറഞ്ഞ് കിട്ടും. കൂടുതലും ഫോക്കസ് നിങ്ങളുടെ ലാറ്റിലോട്ട് മാറും. ട്രൈ ചെയ്തോ. സോ നമുക്ക് കാണിച്ചു തരാം. സോ നോർമലി ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്നത് ഇങ്ങനെ പോയിട്ട് ഫ്രണ്ട് മാക്സിമം കയറിയിരിക്കും. പക്ഷേ ബോഡി ഇങ്ങനെ ബാക്ക് ലീനിയായിട്ട് ഈ ലെവലൊക്കെ വലിച്ചത്. അപ്പോൾ പറഞ്ഞ പോലെ കൈമുഖം നല്ല രീതിക്ക് വരുന്നുണ്ട് ഇപ്പോൾ. ബട്ട് നൗ ഇങ്ങനെ ഇരുന്നിട്ട് ഫുൾ സ്ട്രെച്ച് കൊടുത്തു. ലാറ്റ്സ് മാത്രം വെച്ചിട്ട് ബൈസെപ്സിൻ്റെ എൻഗേജ്മെൻറ്റ് അവിടെ കുറഞ്ഞ് കിട്ടും. കൂടുതലും ഫോക്കസ് ലാറ്റ്സിലേക്ക് വേണം. ഗുഡ്. 2 more. Last 2. Come on. Last one. Yeah. യെസ്. ഞാൻ പമ്പ് നോക്കല്ലേ?
ഓക്കെ നോക്കാം. യെസ്. ഇനി നമുക്കൊരു ഡബിൾ ആം ബൈസെപ്സ് പോസ് പിടിച്ചാൽ. യെസ്. ഓക്കെ ഓക്കെ. ഓക്കെ റെഡി. ക്രിസ്മസ് ട്രീ ട്രൈസെപ്സ്. ക്രിസ്മസ് തെളിഞ്ഞു പോയി. ഇങ്ങനെ എടുത്തിട്ട് ബാക്ക് ലീൻ ചെയ്യുക. ഞാൻ മനസ്സിലേക്ക് ഓ ഫ്രണ്ട് ലെഗ് സ്പ്രെഡ്. ഞാൻ ഡയറ്റൊന്നും ഇല്ല കേട്ടോ. ഡയറ്റൊക്കെ വിട്ടിട്ട് ഇതാ പ്ലെയിൻ ആയി. പക്ഷേ ഇവിടെ ഇപ്പോഴും 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട് ലെഗ് സ്പ്രെഡ്. ഡബിൾ ബൈസെപ്സ് പിടിച്ചാ. ഡബിൾ ആം ബൈസെപ്സ്. ഓക്കെ അയ്യോ എങ്ങനെ ഇരുന്ന് എൻ്റെ ആപ്സാ. എനിക്ക് ആ ഷോൾഡർ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആ ഷേപ്പ് നല്ലോണം കൂടും. ശരിയാ ഒന്നുകൂടെ ബൂസ്റ്റ് ആകും. ഷോൾഡറിന് കുറവുണ്ടോ ആ റെയർ ഇതാണല്ലോ എനിക്ക് തള്ളാണ്ട്. കൂടുതൽ ആൾക്കാർ റിയർ ബാക്ക് ചെയ്യേണ്ടി വരില്ല, കാരണം അപ്പോഴേക്കും എക്സോസ്റ്റ് ആവും. ഞാൻ പറയും നിങ്ങളുടെ പാർട്ട് ഏതാണോ വീക്ക്, ഏത് പാർട്ടാണോ വീക്ക് അത് ആദ്യമേ ചെയ്യുക. നിങ്ങളുടെ സ്ട്രോങ് പാർട്ടിനെ ഫോക്കസ് ചെയ്യുക. വീക്ക് പാർട്ട് ഏതാണോ അതിനകത്ത് പോയി മാക്സിമം നിങ്ങളെ എനർജി അവിടെ സ്പെൻഡ് ചെയ്യാം. ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത് ഇതാണ്. ഒന്നെങ്കിൽ റിവേഴ്സ് അല്ലെങ്കിൽ ഫേസ് പുള്ള്. അതിന് സ്റ്റാർട്ട് ചെയ്യും. ഫേസ് പുള്ള് ചെയ്യുമ്പോഴേ ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, കണ്ടായിരുന്നു. മറ്റേ സ്റ്റൂൾ ഇട്ടിട്ട് ഞാൻ ഫേസ് പുള്ള് ചെയ്യുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് സെറ്റ്. അത് റയർ മാത്രമല്ല ഇതിനും കൂടി കിട്ടും, ഇവിടെയും കൂടി കിട്ടും അല്ലേ. കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ആവും. ഡെൽറ്റ് ഫുള്ളായിട്ട് ഫോക്കസ് കിട്ടും. എനിക്കാണ് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഇവിടെ ഈ റയറിൻ്റെയും സൈഡിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഉണ്ടോ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അത് നല്ല ഹെൽപ്പ് ചെയ്യും. ഈ ഹെൽപ്പ് ചെയ്യുമ്പോൾ കുറച്ച് താഴത്തുനിന്ന് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് അയിമ ഫോക്കസ് കിട്ടും. വരുമ്പോൾ അയിമക്ക് കിട്ടും. സോ നമ്മളെ സെക്കൻഡ് ലാസ്റ്റ് വർക്കൗട്ടാണ്, അതായത് 5th വർക്കൗട്ട് അല്ലേ. 5th വർക്കൗട്ട്. യെസ്. ഓക്കെ. സോ 5th വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോണത് ക്യാബിൾ പുൾ ഓവേഴ്സ്. സോ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലാറ്റ്സ് ഫുൾ ലോഡായി കിട്ടും. നമുക്ക് ലാസ്റ്റ് ചിന്നപ്പും കൂടി എടുത്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ തന്നെ എടുക്കാൻ നമുക്ക് ഫസ്റ്റ് ഫുൾ സ്ട്രെച്ച് കൊടുക്കും, എന്നിട്ട് ബാക്ക് വരുമ്പോൾ ഫുൾ സ്ക്വീസ്. കഴുത്തിൽ വൈഡാക്കണോ? ഓക്കെ കറക്റ്റ്. ഓക്കെ. ഫുൾ സ്ട്രെച്ച്, സ്ക്വീസ്, സ്ട്രെച്ച്, സ്ക്വീസ്. ഇത് വാം സെറ്റാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2 വാക്കിംഗ് സെറ്റ് അടിക്കുന്നുണ്ടാവും. അകത്ത് ആ പറഞ്ഞത് കുറച്ച് വൈഡായി പോയ വിഷയം. ഓക്കെ റെഡി. യെസ്. 2 3 4. ലാസ്റ്റ് ഇത് നമ്മൾ ഒരൊറ്റ സെറ്റ് ചെയ്തോളൂ. ഫെയിലിയറാണ്. നമ്മളെ ബോഡി വെയിറ്റ് വെച്ചിട്ട് പുള്ളപ്പാണ് ചെയ്യുന്നത്. പുള്ളപ്പ് തന്നെ ചെയ്യണം. പകുതിക്ക് പോയിട്ട് വരികയല്ല. മേളിൽ പോവുക, ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. നിങ്ങളൊരു 5 എണ്ണം ചെയ്താലും ഇത് പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ റെഡി. 1 2 3 4 5 6 7. ഓക്കെ
ഞാൻ ഇതിനകത്ത് അത്ര എന്താ പറയുന്നത് സെറ്റപ്പ് അല്ല. കാലിസ്തനിക്സ് നമുക്ക് വരില്ല. ചെയ്തോക്ക്, ട്രൈ ചെയ്തോക്ക്. അതാണെങ്കിൽ ഈ ചിന്നപ്പ് ചെയ്യുന്ന ആൾക്കാർ കാല് മടക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യും. ലെഗ് കംപ്ലീറ്റ് ഡൗൺ ആയിട്ട് ഇടുക, ക്ലീൻ ആയിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ ഓക്കെ, ഈസി കം അപ്പ്. അതല്ലേ ഇതേത് ഇതേത് ഞാൻ പോയിട്ട് ഇത് നമ്മൾ സ്കില്ലാണ്. ഇത് നമ്മളിനകത്ത് വരില്ല. ഈ സ്വിങ് ചെയ്തിട്ട് ആ സ്വിങ്ങിലാണ് കാര്യം. ഇവിടെ സ്വിങ് ചെയ്യാൻ ജസ്റ്റ് പോകും. സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കിട്ടും. നമുക്ക് ശരിക്കും ഇത് സ്വിങ് ചെയ്താണോ ചെയ്യേണ്ടത് അതോ സ്വിങ് ചെയ്യാം. സ്വിങ് ചെയ്യാം. കിട്ടും. ഇത് നമ്മുടെ ലിസ്റ്റ് ചെയ്യാം. മറ്റേ നമ്മുടെ ലിസ്റ്റ് ചെയ്യുന്നില്ല. ഫുൾ സ്വിച്ച് കൊടുക്കാം. 3 go down deep, 4 up, stick up, Ali rock stick. End of the workout. Yes, end of the workout. പുള്ളപ്പ് ശരിക്കും വർക്കൗട്ടാണ് കേട്ടോ, ഇല്ല വാമപ്പല്ല. ഇറ്റ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് വർക്കൗട്ട് ഫോർ ബാക്ക്. സോ ഞാനത് ഫെയിലിയർ ആയിട്ടാ ചെയ്തു. ലാസ്റ്റ് വർക്കൗട്ട് ആയിട്ടാ ചെയ്തു. അങ്ങനെ അത് ഒരു വർക്കൗട്ടിനാണ്. സോ നമ്മൾ വർക്കൗട്ട് ഫിനിഷായി. ഫസ്റ്റ് നമ്മൾ ബെൻഡ് ഓവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വൈറ്റ് ഗ്രിപ്പ് ലാറ്റ് ഡൗൺ ചെയ്തു. പിന്നെ ലോവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് ഡൗൺ ചെയ്തു. പിന്നെ പുൾ ഓവർ ചെയ്തു കേബിളിൽ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഒരു പുള്ളപ്പ് എടുത്താണ്ട് ഫിനിഷ് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ മസിലപ്പ് കൊടുത്തു. നമ്മൾ ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ടാണ് നമുക്ക് അധികം മസിലപ്പ് എടുക്കാൻ കഴിയില്ല, എന്നാലും ഒന്നെടുത്തു. സോ വർക്കൗട്ട് വാസ് അടിപൊളി. നല്ല അടിപൊളി. അതായത് കുറേ ആളുകൾ പഠിക്കാൻ പറ്റി. പുള്ളിയുടെ ഫോം ഒന്നുകൂടി ഇന്ന് നമുക്ക് തിരുത്താൻ പറ്റി. അപ്പോൾ ഞാൻ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് മെൻസ് ഫിസിക്കിൻ്റെ പോസ് കുറച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റി. സോ നെക്സ്റ്റ് ടൈം ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ അത് ട്രൈ ചെയ്യും. ഇത് ഇവിടെ മിക്സ്ഡ് ജിമ്മാണ്. ഓക്കെ, സോ മെഷീൻസൊക്കെ ഇവിടെ പുതിയ മെഷീൻസ് ഉണ്ട്. അതായത് മെഷീൻസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഒക്കെ നല്ല ഫീൽ. അതായത് ശരിക്കും നോക്കിയെടുത്ത മെഷീൻസാണ്. ഒരു കോയമ്പത്തൂർ പോയിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് ഓക്കെയാണ് കണ്ടിട്ട് മാത്രം എടുത്ത മെഷീൻസാണ്. സോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ഫങ്ഷനും അതിൻ്റെ ആ ഒരു ഫീലും നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഓരോ മസിലും ആ കിട്ടിൻ്റെ മസിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ അടിപൊളി. പിന്നെ മേലെ ലേഡീസ് സെപ്പറേറ്റ് ജിമ്മുണ്ട്. സോ അങ്ങനെ ലേഡീസിന് സെപ്പറേറ്റ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ഗ്രാജുവലി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും കുറേ മെഷീൻസ് വരാനുണ്ട്. ഇതല്ല, ഇതിലാണ് ഇനിയും സെറ്റപ്പ് ആവും ഇൻ ഫ്യൂച്ചർ. സോ നമുക്കെന്താ വരാൻ പറ്റി, വർക്കൗട്ട് ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റി. പിന്നെ ഇനി നമുക്ക് ഒരുമിച്ച് വേറൊരു ഇൻഫ്ലുവൻസറിൻ്റെ കൂടെ ഒരുമിച്ചൊരു വർക്കൗട്ട് സെഷൻ, കേരളത്തിലുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സോട് ഒരുമിച്ചൊരു വർക്കൗട്ട് സെഷൻ ഹാൻഡിൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. ഈ വീഡിയോ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തടുത്ത മീറ്റപ്സ് ഒക്കെ വെച്ച് വർക്കൗട്ടൊക്കെ സെറ്റ് ചെയ്ത് ഒരു വൈബിൽ ഇങ്ങനെ പോവാം. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ, കോയമ്പത്തൂർ പോയി മെഷീൻ എടുത്തത് സത്യമാണ്. ബട്ട് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ് TMF ഫ്രീ പ്രൊമോഷൻ സംഭവം കൊള്ളാം, അടിപൊളി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചാണ്ട് വൈകുന്നേരം നമുക്ക് വേറെ പരിപാടിയുണ്ട്. നമ്മളെ ആദിൽ ബ്രോൻ്റെ പുതിയ ജിമ്മ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആദിൽ ഗ്രോ ക്ലബ്ബ് എന്നാണ് ജിമ്മിൻ്റെ പേര്. സോ അതിൻ്റെ ഇനാഗ്രേഷനിൽ ഒരു 4 ആ ടൈമിലാണ്. സോ അതിന് പോകണം നമുക്ക്. അപ്പോൾ നേരെ നമ്മളെ മാസ്റ്റർ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ പോകും. അതിനുമുന്നേ നമുക്ക് വേ പ്രോട്ടീൻ കഴിച്ച് വേ പ്രോട്ടീൻ ടുഡേയ്സ് ഞാൻ സ്പോൺസർ ചെയ്യും.
എല്ലാം A to Z ഞാൻ. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് സെഷൻ ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഇസ് അലി റോക്സ് ആൻഡ് റോ ഫിറ്റ്നസ് സൈൻ ഓഫ്. Stay strong guys and subscribe the channel. Follow me on Instagram.